ബംഗാളിൽ സംഘർഷബാധിത മേഖലകളിൽ ഗവർണർ സി.വി. ആനന്ദബോസും ദേശീയ മനുഷ്യാവകാശ വനിതാ കമ്മീഷൻ അധ്യക്ഷന്മാരും സന്ദർശിക്കുന്നു. കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സന്ദർശിച്ചു. പലായനം ചെയ്ത ഹിന്ദു കുടുംബങ്ങളെ കേന്ദ്രസേനയുടെ സാന്നിധ്യത്തിൽ തിരിച്ചെത്തിക്കുന്ന നടപടി ആരംഭിച്ചു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഗവർണറുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനുണ്ട്, ദേശീയ വനിതാ കമ്മീഷൻ ഉണ്ട്. സംഘർഷ ബാധിതർക്ക് ആശ്വാസം ലഭിക്കുന്ന നടപടി പ്രതീക്ഷിക്കാമോ? അൽനബർ, സംഘർഷബാധിത മേഖലകളിൽ ഇപ്പോൾ ഗവർണർ സി.വി. ആനന്ദബോസും കൂടാതെ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ പ്രവർത്തകർ തുടങ്ങി വിവിധ സംഘങ്ങൾ സന്ദർശനം നടത്തുകയാണ്. കഴിഞ്ഞ ഏകദേശം 10 ദിവസത്തോളമായി മുർഷിദാബാദിൽ നടന്നിട്ടുള്ള ഹിന്ദു വിരുദ്ധ കലാപം, അവിടെ ആദ്യം രാമനവമിയോടനുബന്ധിച്ചായിരുന്നു ചെറിയ സംഘർഷങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. പിന്നീട് വഖഫ് നിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും ആ പ്രതിഷേധം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഏറ്റെടുക്കുകയും ഈ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ചില്ലെങ്കിൽ അത് മുസ്ലിം മത ആചാരങ്ങൾ തകർക്കപ്പെടുമെന്ന വലിയ വ്യാജ പ്രചാരണം നടത്തിക്കൊണ്ട് അവിടെ സംഘർഷത്തിന് സമാനമായ അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വലിയൊരു ഹിന്ദു വിരുദ്ധ കലാപത്തിലേക്കാണ് മുർഷിദാബാദ് മേഖലയെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കൊണ്ടുപോയത്. ധുലിയാനിൽ നിന്ന് നിരവധി ഹിന്ദു കുടുംബങ്ങൾ പലായനം ചെയ്തു. 3 പേർ കൊല്ലപ്പെട്ടു, 70-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇത്രയും വലിയ അക്രമ പരമ്പരകൾ അരങ്ങേറിയിട്ടും കുറ്റവാളികളെ കണ്ടെത്തുന്നതിനോ അക്രമികൾക്കെതിരെ കടുത്ത ശിക്ഷ നൽകുന്നതിനോ അവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരുന്നതിനോ പോലീസും മമതാ ഭരണകൂടവും തയ്യാറാകുന്നില്ല എന്ന വലിയ പരാതി പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ ഗവർണർ സി.വി. ആനന്ദബോസിനും കൊൽക്കത്ത ഹൈക്കോടതിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും നൽകിയിരുന്നു. അതിന് പിറകെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഗവർണർ സി.വി. ആനന്ദബോസ് ഈ സംഘർഷബാധിത മേഖലകൾ നേരിട്ട് സന്ദർശിക്കുന്നു. കൊൽക്കത്ത ഹൈക്കോടതി ഈ സംഘർഷ മേഖലകളിൽ ഉടൻ തന്നെ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന ഉത്തരവിടുന്നു. നിലവിൽ ഈ മേഖലകളിലെ കലാപത്തിന് അയവ് വന്നിട്ടുണ്ട്. കാരണം മുർഷിദാബാദിൽ ഈ സംഘർഷം നടന്നിട്ടുള്ള പ്രദേശങ്ങളിലേക്കെല്ലാം തന്നെ കേന്ദ്ര സേനയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഗവർണർ സി.വി. ആനന്ദബോസ് ഇന്നലെ മാൾഡ ഉൾപ്പെടെയുള്ള മേഖലകൾ സന്ദർശിച്ചു. ഇന്നും മുർഷിദാബാദിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കലാപം നടന്ന മേഖലകൾ നേരിട്ട് സന്ദർശിച്ചാണ് ഗവർണർ വിവരശേഖരണം നടത്തുന്നത്. കൂടാതെ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ രഹിതർ ഈ കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ സന്ദർശിക്കുകയുണ്ടായി. ഇരകൾക്ക് നീതിയും സംരക്ഷണവും ഉറപ്പാക്കുന്നതുവരെ അവരുടെ കൂടെ ഉണ്ടാകുമെന്നും അവർക്ക് നിയമസഹായം ഉറപ്പാക്കും എന്നുള്ളതുമാണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിലൊരു ഇടപെടൽ ഗവർണറുടെ ഭാഗത്തുനിന്നും ദേശീയ വനിതാ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത് തീർച്ചയായും സംഘർഷത്തിൽ അതിന് ഇരകളായവർക്ക് വലിയ രീതിയിൽ നിയമസഹായം, അവരുടെ രേഖകൾ വീണ്ടെടുക്കുന്നതിന്, അവരുടെ വീടുൾപ്പെടെയുള്ള താമസ സൗകര്യം ശരിപ്പെടുത്തുന്നതിന്, ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതിനുള്ള സാഹചര്യം ഉറപ്പാക്കുന്നതിന് സഹായകമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്ത് നടപടി ഉണ്ടാകുന്നു എന്ന വലിയ ചോദ്യം ബാക്കി നിൽക്കുകയാണ്. കാരണം പശ്ചിമ ബംഗാളിൽ ഇതാദ്യമായല്ല ഇത്തരത്തിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അക്രമം അഴിച്ചുവിടുന്നത്. 2 വർഷങ്ങൾക്ക് മുൻപ് നോർത്ത് 24 പർഗാനസിൽ നടന്നിട്ടുള്ള ഹിന്ദു വിരുദ്ധ കലാപം, അവിടെ അന്ന് 50-ലധികം കുടുംബങ്ങൾ സ്ഥിരമായി ആ മേഖലയിൽ നിന്ന് പലായനം ചെയ്തു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിനുശേഷം സന്ദേശ് കാലിയിൽ, കൂടാതെ സൗത്ത് 24 പർഗാനസിൽ, ഏറ്റവും ഒടുവിൽ മുർഷിദാബാദിലും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അഴിഞ്ഞാടുമ്പോൾ മമതാ ഭരണകൂടം ഈ അക്രമകാരികളെ സഹായിക്കുന്നു എന്ന വലിയ ആരോപണമാണ് ബംഗാളിലും ഒപ്പം ദേശീയ തലത്തിലും BJP മുൻപോട്ട് വെക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പുകളിൽ ഈ അതിശക്തമായിട്ടുള്ള മുസ്ലിം വോട്ട് ബാങ്ക് ഒരു കരുത്തായി മമതാ ബാനർജി കൊണ്ടുനടക്കുന്നു. ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത നുഴഞ്ഞുകയറ്റക്കാർക്കും റോഹിംഗ്യകൾക്കും വരെ വോട്ടവകാശം നൽകിക്കൊണ്ട് തീവ്ര ഇസ്ലാമിസ്റ്റുകളെ മമതാ ഭരണകൂടം വോട്ട് ബാങ്കായി കൊണ്ടു നടക്കുകയാണെന്ന വലിയ ആരോപണമാണ് BJP മുൻപോട്ട് വെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് 2026 കേരളത്തിനൊപ്പം പശ്ചിമ ബംഗാളും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. അതുകൊണ്ട് ഭരണ തുടർച്ച ഉറപ്പാക്കുന്നതിനാണ് ഈ ഇത്തരത്തിൽ തീവ്രമായിട്ടുള്ള അക്രമം നടന്നിട്ടും ഈ അക്രമികൾക്കെതിരെ നടപടിയെടുക്കാനോ അതിനെതിരെ ശബ്ദിക്കാനോ മമതാ ഭരണകൂടം തയ്യാറാകാത്തത് എന്നാണ് പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരിയും BJP നേതാക്കളുമെല്ലാം തന്നെ വിമർശനം ഉന്നയിച്ചത്. ബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് BHP, വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗവർണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടാകുമോ?
അനിൽ നമ്പ്യാർ, അത് സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾ ഒന്നുകിൽ രാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഗവർണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അത്തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അത് എത്രത്തോളം നിലവിൽ ഉണ്ടാകും എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. പക്ഷേ രൂക്ഷമായ വിമർശനം മമതാ ഭരണകൂടത്തിനെതിരെ ഇതിനോടകം കേന്ദ്രം ഉന്നയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം തടയുന്നതിനും രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുന്നതിനും വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾക്ക് പോലും മമതാ സർക്കാർ വീഴ്ച വരുത്തുന്നു എന്നുള്ളത് ആഭ്യന്തര മന്ത്രാലയം പാർലമെന്റിൽ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിർത്തി മേഖലകളിൽ ഫെൻസിംഗ് നിർമ്മിക്കുന്നതിനും BSF ഔട്ട് പോസ്റ്റുകൾ നിർമ്മിക്കുന്നതിന് പോലും സ്ഥലം വിട്ടു നൽകുകയോ അനുകൂല നിലപാടെടുക്കാനോ മമതാ സർക്കാർ തയ്യാറായിട്ടില്ല. നിരവധി തവണ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചനകൾ നടത്തിയിട്ടും കത്തെഴുതിയിട്ട് പോലും മറുപടി നൽകിയിട്ടില്ല എന്നാണ് ആഭ്യന്തര മന്ത്രാലയം പാർലമെന്റിൽ അറിയിച്ചിട്ടുള്ളത്. കൂടാതെ തുടർച്ചയായിട്ടുള്ള അക്രമ സംഭവങ്ങൾ രാജ്യത്തെ മറ്റു മേഖലകളിലെല്ലാം വിഘടനവാദ പ്രവർത്തനം, ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകൾ പോലും ആയുധം വെച്ച് കീഴടങ്ങി സമാധാനത്തിന്റെ പാതയിലേക്ക് എത്തുന്നു. ജമ്മു കശ്മീർ ഭാരതത്തിന്റെ മറ്റേതൊരു ഭൂപ്രദേശം പോലെ മാറുമ്പോഴും പശ്ചിമ ബംഗാളിൽ തുടർച്ചയായി അടിക്കടി ഉണ്ടാകുന്ന ഇത്തരം കലാപങ്ങളിലും അത് സംബന്ധിച്ച റിപ്പോർട്ടുകളിലും ഇത്തരത്തിൽ രാഷ്ട്രപതി ഭരണം ഉൾപ്പെടെയുള്ള ഗുരുതരമായ നടപടികളിലേക്ക് കേന്ദ്ര സർക്കാരിനും രാഷ്ട്രപതിക്കും കടക്കാവുന്നതാണ്. അത് സംബന്ധിച്ചുള്ള തീരുമാനമോ അതുണ്ടാകുമോ എന്നുള്ളത് ഒരു സ്ഥിരീകരണമോ റിപ്പോർട്ടുകളോ നിലവിൽ പുറത്തു വന്നിട്ടില്ല. ഏതായാലും ഗവർണറുടെ റിപ്പോർട്ട് നിർണായകമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അനിൽ നമ്പ്യാർ, ബംഗാളിൽ സംഘർഷബാധിത മേഖലകളിൽ ഗവർണർ CV ആനന്ദബോസും ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷന്മാരും സന്ദർശിക്കുന്നു. കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ വീടുകൾ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ സന്ദർശിച്ചു. പലായനം ചെയ്ത ഹിന്ദു കുടുംബങ്ങളെ കേന്ദ്രസേനയുടെ സാന്നിധ്യത്തിൽ തിരിച്ചെത്തിക്കുന്ന നടപടി ആരംഭിച്ചു. ജിഷ്ണു കൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.